വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഓണമൊക്കെ ഇങ്ങനെ ആയില്ലേ, അപ്പം നമ്മൾ വിചാരിച്ചു ഒന്ന് ലുലു മാളിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന്. ഓണമൊക്കെ ലുലു മാളിൽ എങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയാനുള്ളൊരു ആകാംക്ഷയിലൊക്കെ പോയതാണ്. പക്ഷേ ചെറിയൊരു അബദ്ധമൊക്കെ പറ്റി. നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഓക്കെ, അപ്പം നമ്മൾ താണ്ടെ വീട്ടിൽ നിന്ന് യാത്രയൊക്കെ തിരിച്ചിട്ടുണ്ട്. പോണ വഴിക്ക് നല്ല ബ്ലോക്കും, ആകെ ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ടാണ് പോയത്. അപ്പോൾ ശനിയാഴ്ച മോന് സ്കൂളിലൊന്നും പോകണ്ട, നമുക്ക് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ലുലു മാളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കരിക്കകം ദേവിയെ കാണാതെ എന്തായാലും നമുക്ക് ലുലു മാളിലോട്ട് പോകാനുള്ളൊരു മനസ്സ് വരത്തില്ല. കാരണം ദേവി അവിടെ തൊട്ടടുത്ത് കിടക്കുമല്ലേ. അപ്പം നമുക്ക് എന്തായാലും നമ്മൾ ആ ദേവിയെ കണ്ടിട്ട് തന്നെയായിരിക്കും മിക്കവാറും കരിക്കകത്ത് പോയിട്ട് തന്നെയായിരിക്കും മിക്കവാറും ലുലു മാളിലോട്ട് പോകുന്നത്. മിക്ക ട്രിപ്പുകളും അങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കരിക്കക അമ്പലത്തിലോട്ടാണ് ആദ്യം പോകുന്നത്. അങ്ങനെ തന്നെ ഞങ്ങൾ കരിക്കക അമ്പലത്തിൽ ഏകദേശം ഒരു 6:35 ആ ഒരു സമയത്തൊക്കെയാണ് എത്തിയത്. അമ്പലത്തിൽ നിന്നൊക്കെ നമ്മൾ തൊഴുത് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ ലുലു മാളിലോട്ട് പോകാനുള്ള തുടക്കമാണ്. അമ്പലത്തിൽ നല്ലതായിട്ട് തൊഴുവാൻ പറ്റി. വെള്ളിയാഴ്ച ദിവസവും കൂടെ ആയതുകൊണ്ട് നല്ല രീതിയിൽ ദീപാരാധനയൊക്കെ കണ്ട് ദേവിയെ നന്നായിട്ട് തൊഴുതു. നല്ല സമയം എടുത്ത് തന്നെ തൊഴുതു. വരുന്ന വഴിയിൽ നല്ല ബ്ലോക്കായിരുന്നു. ഒന്നാമത്തെ കാര്യം റോഡ് പണിയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് നല്ല തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു. തിരിച്ചു പോണ വഴിയിൽ പെട്ടെന്ന് അങ്ങ് എത്തുമല്ലോ, കരിക്ക അമ്പലത്തിൻ്റെ തൊട്ടടുത്തല്ലേ ലുലു മാള്. അങ്ങനെ തന്നെ നമ്മുടെ ലുലു മാൾ എത്താറായിട്ടുണ്ട്. എല്ലാവരും നോക്കിക്കോണേ. നമ്മുടെ ലുലു മാൾ ഇങ്ങനെ ഓണത്തിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ് എന്നുള്ള വിശ്വാസത്തിലൊക്കെയാണ് ഞാൻ പോയത് ഗൈസ്. പക്ഷേ അങ്ങ് എത്തിയപ്പോഴത്തേക്ക് പുറമേ നിന്നുള്ള ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അകത്തൊന്നും കൂടി സെറ്റായില്ലായിരുന്നു. കാരണം ഇനിയൊരു 10-15 ദിവസം അവശേഷിക്കുകയാണ് ഞാൻ അവിടെ എത്തിയത്. എന്നാലും ചെറിയ രീതിയിലുള്ളൊരു ഓണം വൈബൊക്കെ കിട്ടി. പിന്നെ തിരക്ക് കുറവായിരുന്നു, അത് നമുക്ക് നല്ലൊരു അനുഗ്രഹമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ മോന് ഫണ്ടൂറയിലൊക്കെ പോകണമായിരുന്നു, പിന്നെ എനിക്ക് സാധനം എടുക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് തിരക്ക് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് നല്ല രസമാണ്. പക്ഷേ എന്നാലും ഒരു ഓണത്തിൻ്റെ ആ ഒരു വൈബ് നന്നായിട്ടൊന്നും കിട്ടിയില്ല, അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അവൻ ഓടി നടന്ന് ഫണ്ടൂറയിൽ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവൻ്റെ ഒരു മെയിൻ സന്തോഷമാണ് ഇടയ്ക്കൊക്കെ ഇവിടെ വരിക, ഫണ്ടൂറയിൽ കളിക്കുക. എത്രമാത്രം റൈഡുകളൊക്കെ അല്ലേ നമ്മുടെയൊക്കെ കൊച്ചിലെ. നമുക്കൊന്നും ഇതുപോലുള്ള ഭാഗ്യമൊന്നും കിട്ടിയിട്ടില്ല. അവർക്ക് ഇന്നത്തെ പിള്ളേർക്ക് ഇതൊക്കെ എത്രമാത്രം എൻജോയ്മെൻറ്റുകളാണ്, പല പല റൈഡുകൾ. പിന്നെ ഒരു കാര്യമുണ്ട്, മോൻ കളിക്കുമ്പോൾ അവിടെ പവർ ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട് കേട്ടോ. ഈ റൈഡുകളിലെല്ലാം പവർ ബൂസ്റ്റ്, അതായത് അതും കൂടെ ഒന്ന് അടിച്ചു കൊടുത്താലേ ഈ റൈഡുകളെല്ലാം നല്ല സ്പീഡായിട്ടൊക്കെ പോകുള്ളൂ. അപ്പോൾ ഇവൻ റൈഡ് ചെയ്യുന്ന സമയത്ത് ഇവൻ്റെ പവർ ബൂസ്റ്റർ ഞാനാണ് അടുത്ത് നിന്ന് പവർ അടിക്കുന്നത്. അപ്പം നമുക്കൊരു എൻജോയ്മെൻറ്റ്, നമ്മൾ കളിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നും. അങ്ങനെ അവൻ്റെ കൂടെ ഞാനും കൂടെ ഒക്കെ ഒന്ന് കളിച്ച് എൻജോയ് ചെയ്യുന്നുണ്ട്, പവർ ബൂസ്റ്റൊക്കെ അടിച്ച്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പറത്തി കാർ വിടുവാണേ. അവൻ ഡ്രൈവ് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ, ഞാനാണ് കൂടുതൽ അതിനകത്ത് ബൂസ്റ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് അടിച്ചു, ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ ആ റൈഡ് ഫിനിഷ് ചെയ്തു. അതിനുശേഷം ആൾക്ക് പിന്നെയും വേറെ റൈഡിലൊക്കെ കയറണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ നമ്മൾ സമ്മതിച്ചില്ല. അത്യാവശ്യമൊക്കെ കളിപ്പിച്ചതിന് ശേഷം ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനില്ലേ, അങ്ങനെ ഞങ്ങൾ പറഞ്ഞു നമുക്ക് പോവാം. ഇങ്ങനെ നോക്കിയാൽ കുറേ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചത് ഫ്രണ്ടിലൊരു മാവേലി, ഒരു മുത്തുക്കുട, ആനയുടെ ഒരു എന്തെങ്കിലുമൊക്കെ രൂപങ്ങൾ, ഓണത്തിൻ്റെ എല്ലാ സെറ്റപ്പും ആയിട്ട് ലുലു മാൾ ഇരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അതൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ അതിന് ശേഷം മോൻ ഓരോന്നൊക്കെ എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. അതാണ് നമ്മുടെ ബഹിരാകാശ യാത്രയുടെ കുറച്ച് മോഡൽ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതുമൊക്കെ അവൻ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ നേരെ നടക്കുവാണിങ്ങനെ. ലുലു മാൾ വന്നാൽ പിന്നെ കുറേ നടക്കാനുണ്ടല്ലോ. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ താഴെ കാറിൻ്റെ എന്തോ ഒരു ഷോ നടക്കുന്നുണ്ട് കേട്ടോ, കാറിൻ്റെ. എനിക്ക് ഈ കാറിനെ കുറിച്ചൊന്നും കൂടുതൽ പറയാനൊന്നും അറിയത്തില്ല, എനിക്കതിൻ്റെ മോഡലോ അങ്ങനെ ഒന്നും അറിയത്തില്ല. അപ്പോൾ അപ്പയും മോനും ഭയങ്കരമായിട്ട് ധൃതി പിടിച്ചിട്ട് അത് കാണണം അപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് രാജീവേട്ടനും മോനും കൂടെ പോകണുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഏരിയ ഇതാണല്ലോ, ഒന്നെങ്കിൽ ലുലു ഫാഷൻ സ്റ്റോറിൽ കയറുക, അല്ലെങ്കിൽ ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോവുക. അങ്ങനെ വീണ്ടും നടന്ന് അവർ ആ കാറിൻ്റെ സെക്ഷൻ
മോളിൽ നിന്നുള്ള ഇതാണ്, ഞങ്ങൾ ആദ്യം മോളിൽ നിന്നാണ് കണ്ടത്. അപ്പോൾ മോന് താഴെ പോകണം, ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധമൊക്കെ പിടിച്ച് ഞങ്ങൾ പിന്നെ താഴോട്ടൊക്കെ പോയി. അവർ രണ്ടുപേരും കൂടെ വളരെ ഗഹനമായിട്ട് കാറൊക്കെ നോക്കുന്നുണ്ട്, അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ വരുന്ന എല്ലാവരും വാങ്ങിക്കാനില്ലെങ്കിലും കൂടുതൽ പേര് ഫോട്ടോസ് എടുക്കാനും ഒക്കെ അവിടെ പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ഓഫറിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ലുലു മാളിൻ്റെ താഴെയായിട്ട്. ആ ഓഫർ സെക്ഷനിൽ ഒരുപാട് ഓണ സാരികളും ഓണ ബ്ലൗസുകളും ഒക്കെ ഇഷ്ടം പോലെ സൂപ്പർ കളക്ഷൻസ് ആയിരുന്നു. എല്ലാവരും ഒന്ന് പോയി നോക്കണം കേട്ടോ. നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും നല്ല മെറ്റീരിയൽ അവിടെ ഉണ്ട്. അത്ര വിലയൊന്നുമില്ലായിരുന്നു, അത്യാവശ്യം അഫോർഡബിളായിട്ടുള്ള സ്റ്റിച്ച് ചെയ്ത ബ്ലൗസ് തന്നെ ഉണ്ടായിരുന്നു, റെഡിമെയ്ഡ് ബ്ലൗസുകൾ നല്ലതായിരുന്നു. പിന്നെ നമ്മൾ നേരെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കയറി. അപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ഓണത്തിൻ്റെ വൈബിൽ കുറച്ച് പായസ കിറ്റുകളും പിന്നെ അതുപോലെ തന്നെ നല്ല ഈ ഒരു ഏരിയ അത് ഏകദേശം ഒരു ഓണത്തിൻ്റെ സെക്ഷനായിട്ട് ഇത് മാത്രമേ ഞാൻ അവിടെ കണ്ടുള്ളൂ. എനിക്കത് മാത്രമേ ഒരു സന്തോഷമുള്ളായിരുന്നു. പിന്നെ ചിപ്സ്, ഒരുപാട് പായസത്തിൻ്റെ വെറൈറ്റി പായസങ്ങളുണ്ടായിരുന്നു. ഗോതമ്പ്, അതുപോലെ തന്നെ പാലട, വെറൈറ്റി പായസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഏകദേശം നമ്മൾ പായസ കിറ്റുകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ, പായസ കിറ്റുകൾ. പിന്നെ ഓണത്തിനായിട്ടുള്ള പർച്ചേസിനുള്ള സമയം ആയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ലുലു ഹൈപ്പർ മാർക്കറ്റിലും കയറി നമ്മുടെ പർച്ചേസൊക്കെ കഴിഞ്ഞ് തന്നെ നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ ലുലു മാൾ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് ലുലു മാളിൽ നിന്ന് ഇറങ്ങി. പുറത്ത് നല്ലൊരു വൈബാണ് കേട്ടോ. നമ്മൾ ഈ ലുലു മാളിൽ പോയി കഴിഞ്ഞാൽ നേരെ കാറും കൊണ്ട് നേരെ പോവുക, അകത്ത് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. പക്ഷെ പുറത്ത് നമ്മൾ കുറേ നേരം നിന്ന് എൻജോയ് ചെയ്യാനുള്ള കുറേ സംഭവങ്ങൾ പുറത്തുണ്ട്. നമ്മളാരും അതിന് വേണ്ടി ഇവിടെ വരുന്നവർ കൂടുതൽ പേര് അകത്ത് തന്നെയാണ്. പുറത്ത് നോക്കിയ ലൈറ്റ് സെറ്റിങ്ങും ആ ഒരു വാട്ടർഫോളും എല്ലാം നല്ല രസമുണ്ട്, നല്ലൊരു വൈബാണ് കേട്ടോ പുറത്ത്. പിന്നെ അതൊക്കെ കുറച്ച് ഒന്ന് നോക്കി വണ്ടിയിലിരുന്നൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് നമ്മുടെ ഇന്നത്തെ ലുലു മാൾ ട്രിപ്പ് കഴിഞ്ഞു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. ബൈ.